ട്രെയിനിൽ സ്കൂൾ കുട്ടികൾക്ക് നേരെ ലൈംഗിക അതിക്രമമെന്ന പരാതി. ഇതര സംസ്ഥാന സ്വദേശിയെ RPF കസ്റ്റഡിയിലെടുത്തു. ബംഗളൂരിൽ നിന്ന് കൊച്ചിയിലേക്ക് വിനോദസഞ്ചാരത്തിനെത്തിയ സ്കൂൾ കുട്ടികൾക്ക് നേരെയാണ് ഈ തൊഴിലാളിയുടെ അതിക്രമം ഉണ്ടായത്. അമൽ സുരേന്ദ്രൻ കൊച്ചിയിൽ നിന്നും വിവരങ്ങളുമായി ചേരുന്നു. അമൽ, ഗുഡ് മോർണിംഗ്, പറയൂ. രാവിലെ തന്നെ ഒട്ടും ശുഭകരമല്ലാത്തൊരു വാർത്തയാണ് റിപ്പോർട്ട് ചെയ്യാനുള്ളത്. ബാംഗ്ലൂരുവിൽ നിന്ന് കൊച്ചിയിലേക്ക് വിനോദസഞ്ചാരത്തിന് 3 ദിവസത്തേക്ക് അധ്യാപകർക്കൊപ്പം എത്തിയ സ്കൂൾ കുട്ടികൾക്ക് നേരെയാണ് തൃശ്ശൂരിൽ വെച്ച് ലൈംഗികമായിട്ടുള്ള ഒരു അതിക്രമം ഉണ്ടായത്. എറണാകുളം SMVT ബാംഗ്ലൂരു സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസിലാണ് ഈ ഒരു അതിക്രമം ഉണ്ടായത്. ഈ അതിക്രമം നടത്തിയത് അന്യസംസ്ഥാന സ്വദേശിയായ വിജയ് എന്ന ആളാണെന്നാണ് ഇപ്പോൾ നിലവിൽ പ്രാഥമികമായിട്ട് RPFൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം. ഇയാൾ ചെറിയ രീതിയിലുള്ള മാനസിക വെല്ലുവിളി നേരിടുന്ന ഒരാളാണ് എന്ന സംശയവും നിലനിൽക്കുന്നുണ്ട്. ഇയാൾ പൂർണ്ണ നഗ്നനായിട്ട് കുട്ടികളുടെ പ്രത്യേകിച്ചും പെൺകുട്ടികളുടെ ബർത്തിൽ ചെല്ലുകയും അവരുടെ അടുത്ത് കിടക്കുകയും ഇവിടെ സ്വകാര്യ ഭാഗങ്ങളിൽ സ്പർശിക്കുവാനുള്ളൊരു ശ്രമം നടത്തുകയും തുടർന്ന് അധ്യാപകരടക്കം ഈ ഒരു വിഷയം ചോദ്യം ചെയ്തപ്പോൾ അയാൾ ആ ഒരു ഭാഗത്ത് നിന്ന് മാറി തൊട്ടടുത്തുള്ള മറ്റു കുട്ടികളുടെ ബർത്തിലേക്ക് കൂടി പോവുകയും ഈ ഒരു കാര്യം തന്നെ ആവർത്തിക്കുന്ന സാഹചര്യവുമാണ് ഉണ്ടായത്. ഇതേ തുടർന്ന് ആ കോച്ചിലുണ്ടായിരുന്ന മറ്റുള്ളവരെല്ലാം ഈ ഒരു വിഷയത്തിൽ ഇടപെടുകയും ഇയാൾക്കെതിരെ തിരികെയും ഇയാളെ തടഞ്ഞു വെക്കുന്ന സ്ഥിതിയുണ്ടായി. തുടർന്ന് RPFനെ വിവരം അറിയിക്കുകയായിരുന്നു. ഈ ഒരു സംഭവം നടക്കുമ്പോൾ ആ കോച്ചിൽ യാതൊരു തരത്തിലുള്ള പോലീസ് സന്നാഹങ്ങളോ അല്ലെങ്കിൽ ഒരു പോലീസ് സുരക്ഷയോ അതിൻ്റെ അകത്ത് ഉണ്ടായിരുന്നില്ല. RPFന്റെ ഒരു സുരക്ഷാ ഉദ്യോഗസ്ഥൻ പോലും ഈ ഒരു സമയത്ത് പുലർച്ചെ സമയത്ത് ഈ ഒരു ട്രെയിനിൻ്റെ അകത്ത് ഉണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ ആ ഒരു കോച്ചിൽ ഉണ്ടായിരുന്നില്ല എന്നൊരു പരാതിയും യാത്രക്കാരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട്. ഏതായാലും ട്രെയിൻ ആലുവയിൽ എത്തിയപ്പോഴാണ് RPFന്റെ ഉദ്യോഗസ്ഥരെത്തി ഈ പ്രതിയെ കസ്റ്റഡിയിലെടുത്തത്. നിലവിൽ ഈ അധ്യാപകരെല്ലാം ഇപ്പോൾ സൗത്ത് റെയിൽവേ സ്റ്റേഷനിലെ RPFന്റെ ഓഫീസിലെത്തി പരാതി രേഖാമൂലം തന്നെ അറിയിച്ചിട്ടുണ്ട്. ഇയാൾ ചെറിയ രീതിയിലുള്ള മാനസിക വെല്ലുവിളി നേരിടുന്നു എന്നൊരു സംശയം തന്നെയാണ് ഉദ്യോഗസ്ഥർക്ക് ഇപ്പോഴുള്ളത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.